ഇലക്ട്രൽ ബോണ്ട് വഴി കൂടുതൽ പണം എത്തിയിരിക്കുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ്. കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്നതിനേക്കാളും BJP എന്ന പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നിരിക്കുന്നത്. അവർക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ BJPക്ക് മാത്രമാണോ പണം കിട്ടിയിരിക്കുന്നത്? BJPക്ക് മാത്രം അല്ല പണം കിട്ടിയിരിക്കുന്നത് എന്ന ഒരു വസ്തുത കൂടി ഇതിലുണ്ട്. കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷം 171 കോടിയാണ്. തൃണമൂൽ കോൺഗ്രസിന് 325 കോടി, TDPക്ക് 34 കോടി, YSR കോൺഗ്രസിന് 52 കോടി, BJDക്ക് 152 കോടി, DMKക്ക് 185 കോടി, ആം ആദ്മി പാർട്ടിക്ക് 45 കോടി എന്നിങ്ങനെ പോകുന്നു കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ. ഏറ്റവും ചെറിയ പാർട്ടിക്കും ബോണ്ടുകൾ വാങ്ങിക്കൂട്ടാം. അതായത് കേരളത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ, രാജ്യത്ത് അങ്ങനെ നോക്കുകയാണെങ്കിൽ CPIM, CPI തുടങ്ങി രാജ്യത്തെ ആകമാനമുള്ള ശരാശരി നോക്കുമ്പോൾ 5% താഴെ വോട്ട് വിഹിതമുള്ള പാർട്ടികൾക്കും ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടാൻ കഴിയും. സുജയ പറഞ്ഞല്ലോ CPM ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇല്ല കേട്ടോ, CPM മാത്രമാണ് ഇന്ത്യ രാജ്യത്തിലെ ഒരേ ഒരു വേണ്ട എന്ന് പറഞ്ഞു. CPM മാത്രമാണ് ഇന്ത്യയിൽ ഒരേ ഒരു പാർട്ടി ഇലക്ട്രൽ ബോണ്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് സുപ്രീം കോടതിയിൽ പോയത്. അത് ഈ നിമിഷം CPM എന്ന് പറയുന്ന പാർട്ടി ആ നിലപാടിന്റെ പേരിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്ത്. അതുകൂടി നമ്മൾ പറയണം.